ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ മൺഡേ മോർണിംഗുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ചും ഈവനിങ്ങിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തേയിലയും പഞ്ചസാരയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഞാൻ ബോക്സിലാക്കി വെക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ മട്ടൻ കറീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മട്ടൻ കറിക്ക് ആവശ്യമായ സവാളയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എടുത്ത് തൊലി കളഞ്ഞെടുക്കുവാണേ. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചൂടായി വന്നപ്പോഴേക്കും ചെറിയ ഉള്ളിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി തൊലിച്ചെടുക്കാനായിട്ട് പറ്റും. ഉള്ളി അരിയുമ്പോൾ കണ്ണും നീറത്തില്ല. അപ്പോൾ ഞാനിവിടെ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്, അതും കട്ട് ചെയ്തെടുക്കുവാണ്. ഒരു 2 മീഡിയം സൈസ് തക്കാളിയും കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു കുക്കർ കഴുകിയെടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 15 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഞാനൊന്ന് ചതച്ചെടുക്കുവാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് കുക്കറൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുക്കർ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും തൊണ്ടമുളകും ചേർത്ത് ഒന്ന് വഴറ്റാം. എന്നിട്ട് സവാളയും ചേർത്തൊന്ന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുമ്പോഴാണ് സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് എടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഒരു 2 സെക്കൻഡ് കുക്കറൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് ഇവിടെ സവാളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടനും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഒരു 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലൊക്കെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിക്കാം. എന്നിട്ട് അവസാനം തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് അതൊന്ന് തിളക്കട്ടെ. കുക്കറിൻ്റെ മൂടി അടച്ചിട്ടുള്ളൂ, വിസിലിട്ടിട്ടില്ല. അപ്പോഴേക്കും വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിറമാകുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ആ മട്ടനൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയും ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കുക്കറൊന്ന് അടച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വിസിലും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ കുക്കറിൻ്റെ അളവിനനുസരിച്ചാണ് മട്ടൻ്റെ വേവ്. എനിക്കിവിടെ 4 വിസിൽ ഹൈ ഫ്ലെയിമിലും 4 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടാണ് ഞാനിവിടെ മട്ടൻ വേവിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നെച്ചോറിനുള്ള അരി കഴുകിയെടുത്ത് ഊറ്റി വയ്ക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് ഒരു 2.25 കപ്പ് വെള്ളമാണ് ഞാനിവിടെ കുക്കറിലിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും അല്പം വെളിച്ചെണ്ണയും നെയ്യും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 2 മുളകും ഒരു കഷ്ണം കറുവാപ്പട്ടയും 3-4
ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഒരു തക്കോൽ ഇതൊക്കെ ചേർത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുവാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തപ്പോഴേക്കും നെയ്ച്ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ അരിയൊക്കെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇളക്കുന്നതെന്ന് വെച്ചാൽ അടിയിലോട്ട് അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മളെ മട്ടനൊക്കെ വെന്ത് ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒന്ന് തുറന്ന് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇവിടെ കുക്കറിൽ നെയ്ച്ചോറിൻ്റെ വിസിലും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കുക്കറൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും നെയ്ച്ചോറിൻ്റെയും ആവി പോയിട്ടുണ്ട്. നമുക്കൊന്ന് ചോറൊന്ന് നല്ല ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി കുക്കർ അടയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുവാണേ. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കുവാണ്. അപ്പോൾ ഒന്ന് ക്രിസ്മസ് എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂത്ത ആൾക്ക് ഉച്ചയ്ക്ക് ശേഷവും ഇളയാൾക്ക് രാവിലെ ആയിരുന്നു. അപ്പോൾ ഇളയാൾ രാവിലെ ഒരു 7:50 ആയപ്പോഴേക്കും സ്കൂൾ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് സ്കൂൾ ബസ്സില്ല, പോയി വിളിക്കണം. അപ്പോൾ രാവിലെ എന്താ ചെയ്തു, അപ്പോൾ ഉച്ചയ്ക്ക് മൂത്ത ആളെ കൊണ്ടാക്കിയിട്ട് ഇളയാളെ വിളിച്ചിട്ട് വരണം. അപ്പോൾ ചോറും കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണേ. അപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ പോയി ഇളയാളെ വിളിച്ചുകൊണ്ട് വരുവാണേ. തിരിച്ച് വന്നു വീട്ടിലെത്തിയപ്പോഴേക്കും ലോഹറിൻ്റെ ബാങ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ചോറ് കഴിക്കാൻ സമയമായി. അങ്ങനെ നല്ല നെയ്ച്ചോറും നല്ല അടിപൊളി മട്ടൻ കറിയും കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരുവാണേ. ഇപ്പോൾ നന്നായിട്ട് തന്നെ മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി. പിള്ളേർ രണ്ടുപേരും മദ്രസയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെടിക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഡെയിലി രാവിലെയും വൈകിട്ടും നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.